അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ്. ബാബുർ റജാ, അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കുക എന്ന ആ ബാബ്. അതിൽ രണ്ട് ക്ലാസ് ഞങ്ങളുടെ ഇത്ത്, മൂന്ന് ക്ലാസ് ഇത്ത്. ഇതിൻ്റെ നാലാമത്തെ ക്ലാസ് ആയിട്ട് ആ ബാബിൽ ഹദീസ് നമ്പർ 415. അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കണേ, അപ്പോൾ ആഖിറത്തിൽ ഞങ്ങൾ രക്ഷപ്പെടും, സ്വർഗത്തിലെത്തും, അള്ളാഹുടെ ലിഖാ നൽകപ്പെട്ട ആളുമാറാവുക, നാളെ പരലോകം വിജയിക്കൂ. നമുക്ക് ശരിയായ ഈമാൻ വേണം, ഈമാൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്ന ആ ഒരു വിഷയം വിവരിക്കുന്ന ബാബായിട്ടിരിക്കുന്നു. മഹാനായ മുആദ് റളിയല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്ന ഒരു ഹദീസുണ്ട്. യാ മുആദ് എന്നിട്ട് വിളിക്കുന്നത് 3 വട്ടം വിളിക്കുന്നത്. അപ്പോൾ ലബ്ബൈക വസഅദൈക, മുആദ് റളിയല്ലാഹു അൻഹു വിളിക്ക് ഉത്തരം കൊടുക്കും. സ്വഹാബാക്കൾ അങ്ങനെ ഏറ്റിക്കല് വിളിക്ക് ഉത്തരം കൊടുക്കുന്നത് ലബ്ബൈക വസഅദൈക, ലബ്ബൈക് വസഅദൈക്. ലബ്ബൈക്ക് എന്നുള്ളത് അല്ലേ വിളിച്ചാൻ കണ്ടെങ്കിൽ ലബ്ബൈക് വസഅദൈക്, അതാ നബിക്ക് സ്വഹാബാക്കൾ മറുപടി ചൊന്നില്ല. അങ്ങനെ നബി വിളിച്ചെങ്കിൽ സ്വഹാബാക്കൾ വിളിച്ചെങ്കിൽ ലബ്ബൈക് വസഅദൈക്, നല്ല ബറക്കത്തുള്ള പലക്ക. അതുകൊണ്ടായിട്ട് പണ്ഡിതന്മാർ എന്താക്കിയത് ലബ്ബൈക് വസഅദൈക് എന്ന് വിളിക്കുമ്പോൾ ചൊല്ലണുണ്ട്. അപ്പോൾ മദ്രസ മക്കളെ പേര് വിളിക്കുമ്പോഴൊക്കെ ലബ്ബൈക് വസഅദൈക് എന്ന പദം ഉപയോഗമാക്കലാണ് നല്ലത്. എന്തായിട്ടെങ്കിൽ അത് സ്വഹാബാക്കളെ അവർ പലക്കം അങ്ങനെയാണ്. അങ്ങനെ ആയിട്ടിക്കൽ അതിൽ ഇപ്പം വേറെ ഒന്നും ചൊന്നും തപ്പുണ്ടല്ല, ഇത് ഈ പദം ഉപയോഗമാക്കൽ സ്വഹാബാക്കൾ കൊണ്ടുവന്നതായിട്ടിക്കൽ അത് നല്ലതായിട്ടിക്കൽ, അതായിട്ടിക്കൽ ഒരു സുന്നത്തായ രീതി എന്നുള്ളത്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ലബ്ബൈക് വസഅദൈക്, ലബ്ബൈക് ചൊന്നമയോട് സ്വഹാബാക്കൾ അങ്ങനെ ആയിട്ടിക്കൽ എന്നെ നബിത്തങ്ങളിട്ട് അത്രക്കും പിർസാണ് ലബ്ബൈക് വസഅദൈക്. അപ്പം നബിത്തങ്ങൾ ഒരു കാര്യം അവിടെ ചൊന്നു കൊടുക്കുക. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് താൻ മരിക്കും മഹാനവർകൾ മരിക്കുന്ന സമയത്തായിട്ട് ചൊന്നു കൊടുത്തത്. കാരണം അത് ചൊന്നിട്ടില്ല. പിന്നെ ഇതൊരു അറിവല്ലേ, ഇൽമല്ലേ, ഞാൻ പഠിച്ചത് എന്നെ നണ്ടിൽ പിന്നെ തനക്ക് അത് കിട്ടണമെങ്കിൽ ചൊല്ലണല്ലേ എന്ന് മരിക്കുന്ന സമയത്ത് മഹാനവറുകൾ ആ ഹദീസ് ചൊന്നു കൊടുത്തതായിട്ട്. ഇൻഷാ അല്ലാഹ് ആ ഹദീസ് നമുക്ക് പ്രവേശിക്കാം. എന്തായിട്ടിരിക്കുന്ന ഹദീസ്. നാളെ ചാനലിലേക്ക് പുതിയ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കറോ, അതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കറോ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു പരിശുദ്ധ ഹദീസിലെ ബറക്കത്ത് അള്ളാഹു ചുരിച്ചു തരട്ടെ. വാൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മുആദുൻ റദീഫുഹു അലർ റഹൽ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു മഹാനായ നബി തങ്ങളെ റദീഫായിട്ടിരിക്കുന്നത്. റദീഫ് എന്നെങ്കിൽ പിറവത്ത് തെച്ചാൽ ഒരു യാത്ര ചെയ്യുമ്പോൾ റഹൽ, അത് വണ്ടിയുടെ മേലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പിറവത്തായിട്ട് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലേ ഖാല. അപ്പോൾ മുആദ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് യാ മുആദ് ചെന്ന് ഖാല. അപ്പോൾ നബി മുആദ് റളിയല്ലാഹു അൻഹു ചെന്ന് ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക, ലബ്ബൈക ചെന്നെങ്കിൽ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്താൻ, വസഅദൈക പിന്നെയും ഉത്തരം ചെയ്താൻ. അല്ല ഹജ്ജിൽ ഇപ്പോൾ ചൊല്ലു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഹജ്ജുകാർ വിളിച്ചില്ലേ അള്ളാഹു വിളിച്ചില്ലേ. അപ്പം ഞങ്ങൾ അവിടെ ഹജ്ജ് വിളിച്ചല്ലോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോ എൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തേ. അദ്യം ഫിന്നാസി ബിൽ ഹജ്ജി അത്തൂക റിജാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൂടെ അള്ളാഹ് ചൊന്നത് എന്തിരെ കാബെല്ലാം കെട്ടിട്ടല്ല പിന്നെ ജനങ്ങളെ ഹജ്ജിക്ക് വിളിക്കുറു. കാബ പുനർനിർമ്മാണമെല്ലാം ആക്കിയത് പിന്നെ ചൊല്ലത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചിട്ട് അല്ലേ ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടായിട്ട് ഇതിൻ്റെ ഹജ്ജിക്ക് പോയെന്നുള്ള ചൊല്ലേ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്കുമ്പോൾ കുറേ ആൾ ഉത്തരം ചെയ്തിരുന്നത്. അങ്ങോ ആലമിൽ നിറ ലോകത്തിൽ നിറ ആ ലോകത്ത് വെച്ച് അങ്ങ് ഉത്തരം ചെയ്തത്. ആ ഉത്തരം ചെയ്തതൊക്കെ ഇണ്ട് ഹജ്ജിക്ക് ചെയ്യുക ഉള്ള ഭാഗ്യം കിട്ടും. അള്ളാഹു വിജയികളിൽ ഞങ്ങളെ കൊടുത്തട്ടെ. സ്വാലിയായ അമലുകൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങളെ റൂഹുടെ അള്ളാഹു പണ്ടേ പഠിച്ചിട്ടില്ലേ, റൂഹുടെ മുന്നലെ പഠിച്ചില്ലേ. ബോഡി ഇപ്പായിട്ടിട്ട് ഭൂമി വേണ്ടേ, അപ്പോൾ അതൊക്കെ ഇപ്പായിട്ടിട്ട് അത് മാച്ചാക്കി കൊടുക്കുക, ഇതിലതൊക്കെ കണക്റ്റാക്കി കൊടുക്കുക. ആ സിമ്മിട്ട പോലെ മൊബൈലിക്ക് സിമ്മിട്ട പോലെ അത് കണക്റ്റാവിടെ. ഇപ്പം അത് റൂഹ് അള്ളാഹു പണ്ടേ പഠിച്ചു വെച്ച് സുലാഭത്ത് മനസ്സിലാവുന്നതിനായിട്ട് ഇത് ചൊന്നേ. അപ്പോൾ അല്ല ഇവർ ഉദാഹരണം ചൊന്നേ, ഞങ്ങളെ വിഷയം അതല്ല. ഞങ്ങൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് അല്ല, ലബ്ബൈക് എന്ന പദം ചൊന്നിട്ടാകുമ്പോൾ ഞാൻ ഇതിൽ ചൊന്നേണ്ട് മാത്രമേ ഉള്ളൂ. ലബ്ബൈക്കിൻ്റെ അർത്ഥം ഞങ്ങൾ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത വസഅദൈക്, പിന്നെയും എന്താ ഉത്തരം ചെയ്ത കാല. അപ്പം നബി തങ്ങൾ യാ മുആദ് പിന്നെയും വിളിക്കുന്നത് കാല. മുആദ് റളിയല്ലാഹു അൻഹു ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക,
കാല പിന്നെ നബി തങ്ങൾ ചൊല്ലി യാ മുആദ് കാല. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലി ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക സലാസ. മൂന്ന് വട്ടം നബി വിളിച്ചിട്ട് 3 വട്ടം ഉത്തരം കൊടുത്തു. കാൽ അപ്പം നബി തങ്ങൾ ചൊല്ലി മാ മിൻ അബ്ദിൻ ഏതൊരടിമയും യഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഷഹാദത്ത് കലിമ അയാളെ ഖൽബിലുണ്ട്. വഅന്ന മുഹമ്മദൻ അബ്ദു വ റസൂലു മുഹമ്മദ് നബി അബ്ദും റസൂലുമാണ് എന്ന ഷഹാദത്ത് കലിമ അയാൾ സാക്ഷ്യം വഹിക്കും. എന്താണ് അതിൽ ഷഹാദത്തിൻ്റെ അർത്ഥം എന്തായിട്ടുള്ളൊക്കെ ഞങ്ങൾ 2 ക്ലാസ്സുകൾ മുന്നുള്ള അതിൽ വിശദീകരിച്ച് തട്ടിക്കുന്നത് ഈ ബാബുടെ ഫസ്റ്റ് ഹദീസിൽ. അതായത് കൽബിൽ ആ വിശ്വാസം എന്നിട്ട് നാവ് കൊണ്ട് ചൊല്ലണം. യഷ്ഹദു എന്നതിനർത്ഥം സാക്ഷ്യം വഹിക്കും. സാക്ഷ്യം വഹിക്കുമെന്ന് കൽബിൽ ഇങ്ങനത്തെ വിശ്വാസം മുണ്ടിട്ട് ഞങ്ങളെ നാവിൽ ചൊല്ലും. അപ്പം അങ്ങനെ ഒരാൾ ചൊന്ത് ഏനെ അൻ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാണ്ട് ഒരു മഅബൂദ് ഇല്ല, അള്ളാഹു അല്ലാണ്ട് ആരാധിക്കപ്പെടേണ്ടവനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ അടിമയും റസൂലുമാണ്, സിദ്ഖം മിൻ ഖൽബി അവൻ്റെ കൽബിൽ നിന്ന് ശരിയായ വിശ്വാസത്തോട് കൂടി ചൊന്നെങ്കിൽ. അപ്പം നിഫാഖിക്കത്തിറ ക്ലിയർ വേണോട്ട ഇല്ല ഹറമല്ലാഹു അലന്നാർ അള്ളാഹു അവൻ്റെ നരകത്ത് ഹറാമാക്കാണ്ടിക്കില്ല. ആറത്തെ ചൊന്നെങ്കിൽ നരകത്ത് അള്ളാഹു അവൻ്റെ ഹറാമാക്കുക. ഖാല യാ റസൂൽ അല്ലാഹ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലെ അഫലാ ഉഖ്ബിറു ബിഹാ അന്നാസ ഫയസ്തബ്ശിറു ആ മനുഷ്യന്മാരായിട്ടുള്ള ചൊല്ലട്ടെ നല്ല സന്തോഷിക്കട്ടെ ഇത് കേട്ടിട്ട്. കാല അപ്പത്ത് നബി തങ്ങൾ ചെന്ത് ഇതാ എത്തക്കിലു അപ്പം പിന്നെ ഏതായാലും ഈമാനിൻ്റെ മെയ് എന്ന് ഞങ്ങൾ ഏതായാലും സ്വർഗത്തിൽ എത്ര അങ്ങനത്തെ ഒരു ഭാവന അങ്ങനെ മേൽ പോകും. അതിന് മേൽ അങ്ങനത്തെ ചാറന കൊള്ളുവാർ അത് വേണ്ട. അപ്പോൾ എല്ലാവരോട്ടും നീ ചൊല്ലാൻ നിൽക്കണ്ട. ഫഅഖ്ബറ ബിഹാ മുആദ് ഇൻദ മൗതിഹി താസുമൻ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഇത് മരിക്കുമ്പോൾ ചൊന്നത് എന്തെങ്കിൽ ഈ ഒരു ഹദീസ് മറച്ചു വെച്ച എന്നൊരു തപ്പുകാരനാവണ്ടാണ്. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ അതെന്തെങ്കിൽ എല്ലാം കൂടി എല്ലാവരോട്ടും എപ്പോഴും ചൊല്ലവുള്ളതല്ല, സന്ദർഭവും സമയവും ഞങ്ങൾ നോക്കിയെണ്ണം. അപ്പം ഞങ്ങൾ ഈ ക്ലാസ് കാത് കൊടുക്കുന്നവൻ അപ്പോൾ ഇത് സിദ്ഖം മിൻ ഖൽബി അവൻ്റെ കൽബിൽ നല്ല ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ 5 വഖത്ത് നിസ്കരിക്കാൻ മടിക്കാട്ടല്ലേ, നല്ലത് ചെയ്യുക ഉദാസനക്കാട്ടല്ല. അപ്പം അതൊക്കെ വേണം, അതൊക്കെ അത് ഉണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ടിക്കട് അല്ല ഒക്കെ മനുഷ്യരെ ശരിയായ ഈമാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമായിട്ടിക്കട് അവൻ നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, പള്ളിയുമായി ബന്ധപ്പെട്ട് പിന്നെ നല്ല ആളുമാറുമായിട്ട് ശരിയുണ്ടിക്കുക, അതൊക്കെ അതിൻ്റെ ഭാഗങ്ങളായിട്ടിക്കട് അതുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ഈ മുത്തഫഖുൻ അലൈഹി വഖൗലു തഅസ്സുമൻ എന്നതിലെ ഐ ഖൗഫ മിനൽ ഇസ്മി ഫീ ഖത്മി ഹാദൽ ഇൽമു ഈ ഇൽമു മറച്ചു വെച്ച എന്നൊരു ദോഷക്കാരനായി പോവണ്ട എന്നായിട്ടിക്കട് മഹാനവർകൾ പിൽക്കാലത്ത് ഇത് ചൊന്നേ. അള്ളാഹു ഞങ്ങളൊക്കെ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ, സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, നല്ല ഈമാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.